ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മീൻ കറി തയ്യാറാക്കാം. നമുക്ക് ഈ കറി വറുത്തരച്ച് വെക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഞാൻ തേങ്ങ തിരികെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വറുത്താൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. കുറച്ച് ചുവന്നുള്ളിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വറുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർക്കാം. ഇപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ നമ്മൾ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നല്ല രീതിയിൽ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇന്ന് നമുക്ക് കുറച്ച് ആവോലി എടുത്ത് കറി വെക്കാം. അതിനുവേണ്ടി വെട്ടി വാങ്ങിയതാണ് ഈ ആവോലി. മാർക്കറ്റിൽ നിന്ന് വെട്ടി വാങ്ങിയതാണ് ഈ ആവോലി. ഇനി നമുക്ക് കറി വെക്കാം. അതിനു വേണ്ടി ഞാൻ കുറച്ച് ഓയിലാണ് പാത്രത്തിലേക്ക് ഒഴിച്ചത്. ഇനി നമുക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവ നമ്മൾ നേരത്തെ തേങ്ങയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. നല്ല രീതിയിലത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും പച്ചമുളകും ചേർക്കാം. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഇനി നമുക്കതിലേക്ക് കുടംപുളി ചേർക്കാം. കഴുകി കുതിർത്ത് വെച്ചിരുന്ന കുടംപുളിയാണ്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് അരയ്ക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഈ പരുവം ഇങ്ങനെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ആ വാടിയ തക്കാളിയിലേക്ക് ഉള്ളിയിലേക്ക് അരപ്പ് ചേർക്കാം. ഇനി നമുക്ക് മിക്സി കഴുകിയ വെള്ളം കൂടി, മിക്സിയുടെ ജാറെല്ലാം ഒന്ന് കഴുകി അരപ്പെല്ലാം ഒന്ന് കഴുകി എടുത്ത വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കുകയാണ്. ഇനി ഈ അരപ്പ് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം. ഇവിടെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ. അടച്ച് വെച്ച് തിളപ്പിക്കാം. കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർക്കാം. നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞ് നമ്മൾ മീൻ ചേർക്കാവണം. കട്ടി കുറച്ച് വെട്ടി വെച്ചിരുന്ന മീനാണ്. നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം. കറി ഇവിടെ നല്ലതുപോലെ തിളച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം.
മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചട്ടിയിലാണ് സാധാരണ കറി വെക്കുന്നത്. ഇവിടെ ചട്ടി കിട്ടാൻ പ്രയാസമാണ്. ഉള്ള ചട്ടി ഒന്ന് ചെറുതുമാണ്. ഉള്ള ചട്ടി ചെറുതായിപ്പോയി. കുറച്ച് കൂടുതൽ കറി വേണ്ടുന്നത് കൊണ്ട് ഞാൻ ഈ പാനിലാണ് കറി വെക്കുന്നത്. അങ്ങനെ നമ്മുടെ രുചികരമായ ആവോലിക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എണ്ണ തെളിയുന്നത് വരെ ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇറക്കി വെക്കാം. നമുക്കിനി ഈ കറി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഈ കറി കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇതിൻ്റെ ടേസ്റ്റും. ഇതിന് അപ്പത്തിനും ദോശയ്ക്കും എല്ലാം ചോറിനുമെല്ലാം ഒരേപോലെ കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ ആവോലിക്കറി. വറുത്തരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന ആവോലിക്കറി റെഡിയായിരിക്കുകയാണ്.